ഹായ് ഹലോ വെൽക്കം ബാക്ക്. ചിപ്പു ആണ്. മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടുമോ കുറയുമോ? എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്. നമുക്കത് നോക്കാം. പ്രോട്ടീൻ്റെ ഉറവിടം. നല്ലൊരു പ്രോട്ടീൻ ഉറവിടമാണ് മുട്ട. പേശികളുടെ ശക്തി മുതൽ ശാരീരിക വികസനം വരെയുള്ള കാര്യത്തിന് പ്രോട്ടീൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ പ്രോട്ടീനുകൾ പേശികളെ നന്നാക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നു, പ്രതിരോധശേഷിയും ശക്തിയും നൽകുന്നുണ്ട്. ദിവസവും 2 മുട്ടകൾ വരെ കഴിക്കുന്നത് മോശം കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്ന LDL കുറയ്ക്കുമെന്നാണ് സൗത്ത് ഓസ്ട്രേലിയ സർവകലാശാലയിലെ ഗവേഷകർ പറയുന്നത്. അതുപോലെ എന്നാലും കൊളസ്ട്രോൾ കൂടുതലുള്ളവർ മുട്ടയുടെ മഞ്ഞക്കരു കൊളസ്ട്രോൾ രോഗികൾക്ക് അമിതമായി കഴിച്ചാൽ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് ഇനിയും ഉയർന്നേക്കാം. ഹൃദ്രോഗം, അതുവഴി ഹൃദ്രോഗ സാധ്യത കൂട്ടാനും ഇത് കാരണമാകുന്നത്. കാരണം നിങ്ങൾക്ക് ഉയർന്ന കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യത ഇതിനകം തന്നെ ഉയർന്നതാണ്. മുട്ടയുടെ മഞ്ഞയിൽ കൊളസ്ട്രോൾ നിറഞ്ഞിരിക്കുന്നതിനാൽ മുട്ടയുടെ പതിവ് ഉപഭോഗം കൊളസ്ട്രോൾ രോഗികൾക്ക് ഒഴിവാക്കുന്നത് നല്ലതാണ്. അതുപോലെ മുട്ട പൂർണ്ണമായും ഒഴിവാക്കണമെന്നല്ല. കൊളസ്ട്രോൾ രോഗികൾ ഉറപ്പായും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുട്ടയുടെ എണ്ണത്തിൻ്റെ കാര്യം തീരുമാനിക്കുക. കൊളസ്ട്രോൾ രോഗികൾക്ക് മുട്ടയുടെ മഞ്ഞയ്ക്ക് പകരം വെള്ള കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.